ലഹരിക്കെതിരായ സർക്കാരിന്റെ കർമ്മപദ്ധതി നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു എന്ന് KCBC മദ്യവിരുദ്ധ സമിതി. കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും വ്യാപനം ഒരുപോലെ തടയണം. ഈ മാസം 30 നടക്കുന്ന ചർച്ചയിൽ സർക്കാർ KCBC ക്ഷണിച്ചിട്ടില്ല. ലഹരിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള 24-നോട് പറഞ്ഞു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം മുമ്പോട്ട് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA പോലുള്ള ലഹരിയാണ് ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുമ്പോൾ അവര് ഈ മദ്യത്തിന് ഒരു മാന്യത നൽകുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. രണ്ടും ഒരുപോലെ നേരിടേണ്ട കാര്യമാണ്. 10-26 വർഷക്കാലമായിട്ട് ഏറ്റവും ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന KCBC പോലുള്ള പ്രസ്ഥാനങ്ങളെ അവര് 30-ാം തീയതിയിലെ ചർച്ചയിലൊന്നും കിട്ടുന്നില്ലേ? അതൊരു പോരായ്മയായിട്ട് ഞങ്ങൾ കാണുന്നു. ആൻമരിയ സണ്ണിയെ വാർത്തയുടെ വിവരങ്ങളും. ആൻമരിയ, KCBC മദ്യവിരുദ്ധ സമിതിയും ആ മേഖലയിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ പുതിയ കാലത്തിന്റെ മാരകമായ ഭീഷണി മദ്യമാണോ അതോ MDMA ആണോ എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് സംശയം നിൽക്കുന്നെങ്കിൽ കൂടിയും അപ്പോൾ അവരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ KCBC മദ്യവിരുദ്ധ സമിതിക്ക് അതൃപ്തി ഉണ്ടോ ആൻമരിയ? തീർച്ചയായിട്ടും ഏറെ വർഷങ്ങളായിട്ട് ഇതിനെതിരെ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് KCBC മദ്യവിരുദ്ധ സമിതി. ആ മദ്യവിരുദ്ധ സമിതിയെ സർക്കാരിന്റെ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതി നടക്കുന്ന ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു വിമർശനമാണ് KCBC മദ്യവിരുദ്ധ സമിതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ഈ കഞ്ചാവ്, MDMA ഉള്ളതിന് മാത്രം അവർ ഒരു മുൻഗണന നൽകുന്നു, അല്ലെങ്കിൽ അവ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ കൂടുതലായിട്ടും ഇപ്പോൾ ശ്രദ്ധ നടത്തുന്നത്. അതിനിടയിൽ മദ്യത്തിന് ഒരു മാന്യത നൽകുന്നുണ്ടോ എന്നൊരു സംശയവും KCBC മദ്യവിരുദ്ധ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കർമ്മ പദ്ധതി അത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഒരു അപകടമുണ്ടായതിനു ശേഷമല്ല ആ അപകടത്തിനെതിരെ ഇനി എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത്. അത് മുൻപേ ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയധികമായിട്ടുള്ളൊരു വ്യാപനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ രീതിയിലുള്ള ഒരു അതിക്രമം അതുണ്ടാവുകയില്ലായിരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പും KCBC ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സർക്കാരിൻ്റെ കർമ്മ പദ്ധതിക്കെതിരെ ഒരു രീതിയിൽ അവർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് നൽകുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല നൽകുന്നത്, വിമർശനമാണ് നൽകുന്നത്. കാരണം ഈ കർമ്മ പദ്ധതി വൈകിയെന്നും അതുമാത്രമല്ല വിവിധ സംഘടനകളെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ KCBC മദ്യവിരുദ്ധ സമിതിയെ മാത്രം ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനവുമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. KCBC മദ്യവിരുദ്ധ സമിതി ആ യോഗത്തിലേക്ക് വിളിക്കാതിരിക്കുന്നതിലുള്ള അതൃപ്തി അറിയിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘനാളായി അവർ ഈ മേഖലയിൽ തന്നെയാണ്. പക്ഷേ ഇനി ഈ MDMA എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ GHO എന്നൊക്കെ പറയുന്ന പുതിയ രാസലഹരിയെ പറ്റിയുള്ള അതിൻ്റെ ഭീകരത അത്ര കണ്ടറിയാത്തതുകൊണ്ടാണോ അവരുടെ കോൺസെൻട്രേഷൻ മദ്യത്തിൽ നിൽക്കുന്നത് എന്ന കാര്യം അറിയില്ല. എന്തായാലും എല്ലാ ലഹരികളും ഒതുക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ MDMA പോലെയുള്ളത് അതിവേഗ മരണം എന്നുള്ളതാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. അപ്പോൾ അത് വല്ലാതെ വ്യാപിക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണാതിരുന്നുകൂടാ.